അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ യഥാർത്ഥ ലുക്കിലാട്ടോ. ഇന്നലെ ഞാൻ സ്വാതന്ത്ര്യദിനമായിട്ടാണ് പല ലുക്കിലും വന്നത്. അപ്പോൾ എൻ്റെ യഥാർത്ഥ ലുക്ക് ഇതാണ്. അപ്പോൾ എനിക്ക് പങ്കുവെക്കാനുള്ളത് എൻ്റെ അമ്മേൻ്റെ കാര്യം കേട്ടോ. എൻ്റെ സ്നേഹനിധിയായ അമ്മേൻ്റെ കാര്യം, എൻ്റെ അമ്മേൻ്റെ കഷ്ടപ്പാടും വേദനകളും ഇനി ഞാൻ പങ്കുവെക്കാതിരുന്നാൽ എനിക്ക് പങ്കുവെക്കാൻ കഴിയില്ല. കാരണം ഒരു 80-85 വയസ്സായിട്ടുണ്ട് എൻ്റെ അമ്മയ്ക്ക്. അപ്പോൾ അത് പങ്കുവെച്ചേ മതിയാവും കേട്ടോ. കാരണം ലോക സ്നേഹത്തിലാണ് ഞങ്ങളെ വളർത്തിയത് എൻ്റെ അമ്മ. പിന്നെ 3 മക്കളെ ഉപേക്ഷിച്ച് ഞങ്ങളെ അച്ഛൻ നാട് വിട്ടു പോയി. എന്നാലും ഞങ്ങൾക്ക് അച്ഛനെ ഇഷ്ടമാണ് കേട്ടോ. നാട് വിട്ടു പോയി ഒരു സ്നേഹവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഞങ്ങൾ ജനിക്കുന്ന നേരത്തിന് നാട് വിട്ടു പോയാൽ അതാണ് അച്ഛന് ഒരു സ്നേഹം കിട്ടില്ല. എന്നാലും അച്ഛനെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളെ അച്ഛനല്ലേ. അപ്പോൾ എൻ്റെ അമ്മ വീട്ടിൽ കഴിഞ്ഞ് ഇത് 3 മക്കളെയും വെച്ച് ഇന്ന് ആരെങ്കിലും ഒരാൾ ഒരു കുഞ്ഞിനെ വെച്ച് പിന്നെന്താ കഴിയുമോ? ഇല്ല. അവനാൻ്റെ ഇഷ്ടത്തിന് അവനാൻ്റെ ഭർത്താക്കന്മാരുടെ ഒപ്പം പോകും. അല്ലാതെ ആരും തിരിച്ച് വരില്ല. കല്യാണം കഴിഞ്ഞാൽ എത്ര അനുഭവങ്ങളുണ്ടായ എല്ലാ കുട്ടികളും അവിടെ നിന്ന് മരിച്ചാലും ഇങ്ങോട്ട് തിരിച്ച് വരുന്നില്ല. പക്ഷെ എൻ്റെ അമ്മ തിരിച്ച് വന്നു. കുറേ കാലം മുന്നുള്ള കഥ കേട്ടോ. അപ്പോൾ എനിക്കത് പറയണം. കാരണം എൻ്റെ അമ്മേൻ്റെ സ്നേഹം ഞാൻ മാത്രം അറിഞ്ഞാൽ പോരാ, എല്ലാവരും അറിയണം. എൻ്റെ അച്ഛനെ പിന്നെ എൻ്റെ അമ്മ സ്നേഹത്തോടെ പരിചരിച്ച് നോക്കിയ കഥ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ആ കഥ ഞാൻ പറയണമെങ്കിൽ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യൂ. എനിക്ക് വേണ്ടി ലൈക്ക് അടിക്കണേ. ഇതുവരെ എന്നെ സഹായിച്ച നിങ്ങൾക്ക് താങ്ക് യു കേട്ടോ.